അനിത്ത ആദ്യം എന്നെയാ കണ്ടത് ബമ്പിളില് അല്ലേ? ഞാൻ പിന്നെ മാട്രിമോണിയിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. അയ്യോ ഞാൻ നോക്കിയാ നൈസാണ്. എന്നെ അടുത്ത് വെക്കുവോ? ഇങ്ങനെയാ? ആ കല്യാണം ശരി. അപ്പൊ അതിൽ തന്നെ ബമ്പിളിൽ കണ്ടു. ഞാനും കണ്ടപ്പോ ആ നല്ലൊരു പയ്യൻ, ഞാനും ചുമ്മാ സ്വൈപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് മിണ്ടി തുടങ്ങി. അപ്പോ പുള്ളിയും കല്യാണം നോക്കണുണ്ട്, ഞാനും കല്യാണം നോക്കണം. അപ്പൊ നമുക്ക് വിചാരിച്ചു നമുക്കൊന്ന് നോക്കിയാലോ എന്നുള്ള രീതിയിലായി. അവരിറങ്ങിയിട്ട് നിൽക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് കണ്ടാലോ, അങ്ങനെ ഒരു ടോക്കായി. അപ്പൊ വിചാരിച്ചു എന്നെ കാണാൻ വേണ്ടിട്ട് ട്രിവാൻഡ്രം വരുവാ. ഞാന് അവനെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ പോയി പിക്ക് ചെയ്തു. നേരെ ഫുഡൊക്കെ കഴിച്ച് ലുലു കൊണ്ടുപോയി. നമ്മളവിടെ നിന്ന് സംസാരിച്ചു, മിണ്ടി. അപ്പൊ അത് നമ്മൾ ലുലു പോയി ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല ഇതിങ്ങനെ എത്തും, കല്യാണം പെണ്ണ് കാണാൻ അങ്ങനെ എത്തുമെന്ന് വിചാരിച്ചതേ അല്ല. താലി കെട്ടാൻ കേറുന്ന വരെ കല്യാണാന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായില്ല ആക്ച്വലി. അതായത് ആ ഒരു പേടിയോ ടെൻഷനോ ഒന്നും ഇല്ല. നമ്മൾ ഓൾറെഡി എത്ര ഇഷ്ടമായതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ കല്യാണമാണെന്നുള്ള, നമ്മുടെ കല്യാണമാണെന്നുള്ള ഒരു റിയലൈസേഷൻ വന്നിട്ടില്ല. ആ താലി കെട്ടാൻ നേരത്തെ ഒരു ഫൈനലി വി ആർ ഗെറ്റിംഗ് മാരീഡ് ആ ഒരു ഫീലായി. സുഖമദനം സദഹര ഈശ്വരീ സർവസമൃദ്ധമി മംഗല്യം. ഇപ്പൊ അതിലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആള് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബബ്ലി ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ലൈക്ക് ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ നമ്മള് വർക്കിന്റെ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പൊ മറ്റേ ആ ഡേ മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അതിലിനെ കാണുമ്പോഴത്തേക്കും ആ ഡേ ലൈക്ക് മൊത്തത്തില് ഒരു നമ്മൾ ഹാപ്പി ആവും. അങ്ങനെ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്.